എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ രോഹിത് കുടിച്ച് ഇങ്ങനെ എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. സുസ്മിത അവിടെയുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി പോകാൻ നോക്കുമ്പോൾ സ്റ്റെപ്പ് കയറാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ സുസ്മിത രോഹിത്തിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമയും മോളും വരികയാണ്. അപ്പോൾ ശ്യാമ ഇനിയിപ്പോൾ ഞാൻ വേണ്ടല്ലോ, നീ മതിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ സുസ്മിത പറയുകയാണ്, മര്യാദയ്ക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് അറിയാമെന്നും പറഞ്ഞ് അവളുടെ തലമുടിയിലൊക്കെ കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ പപ്പിമോൾ ഇതൊക്കെ കാണുന്നു. പപ്പിമോൾക്കും വിഷമമാവുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രാഘവൻ നായർ പറയുന്നത്, എനിക്കിനിയും വിശക്കുന്നു, ഫുഡ് വേണം എന്നൊക്കെ പറയാം. അപ്പോൾ സത്യഭാമ ഇങ്ങനെ ആലോചിക്കുക, എന്താണ് രാഘവനായിട്ട് പറ്റിയത്, ഇപ്പോൾ കഴിച്ചതേ ഉള്ളല്ലോ, മറന്നു പോയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് നമ്മുടെ സുബൈറക്കയും നമ്മുടെ വിഷ്ണുവും കൂടെ ചന്ദ്രനെ കാണാൻ പോകുന്നു. അങ്ങനെ ചന്ദ്രനുമായിട്ട് അടിയുണ്ടാക്കുന്നു. എന്നിട്ട് ആരാണ് സ്പിരിറ്റ് വെച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ പറയുന്നത്, ഇങ്ങനെ ബോസ് എൻ്റെ അടുത്ത് വന്നിരുന്നു, പക്ഷേ ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞു, പക്ഷേ ബോസ് തന്നെ ആയിരിക്കും വെച്ചത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. നീ അവൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ 2 അടി കൊടുക്കുക, അപ്പോൾ അവൻ അതുപോലെ പറയും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അവർ പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയുടെ അടുത്ത് നിന്ന് രാഘവൻ നായർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. രാത്രിയിൽ എവിടെയും കാണുന്നില്ല, ബോധമില്ലാതെ ഇറങ്ങി പോവുകയാണ്. അതേപോലെ പപ്പിമോള് ശ്യാമയുടെ അടുത്ത് നിന്ന് വിഷമത്തോടെ ഈ സുസ്മിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. അങ്ങനെ പപ്പിമോളും അവിടെ നിന്ന് ഇറങ്ങുവാണ്. രാത്രി ഇങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്ന സമയത്ത് വഴിയിൽ 2 പേര് കുട്ടിയെ ഫോളോ ചെയ്യുന്നൊക്കെയുണ്ട്. അതിനുശേഷം നമ്മുടെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ അടുത്ത് എത്തുന്നു. ശാലിനിയുടെ എത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ എനിക്ക് പുറത്ത് വരാൻ കഴിയില്ല, എന്തായാലും നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം എന്നുള്ള രീതിയൊക്കെ പറയുന്നു. ചന്ദ്രബോസിൻ്റെ മുകളിലുള്ളിടത്ത് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണം, എന്നാലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അങ്ങനെ വിഷ്ണു പറയുന്നു, ഞാൻ പോകുകയെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു പോകുന്ന വഴിക്കാണ് നമ്മുടെ പപ്പിമോളെ 2 ആൾക്കാരിങ്ങനെ ഫോളോ ചെയ്യുന്നു, പിടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവരെ രാഘവൻ നായരാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ രാഘവൻ നായരെ മോള് കാണുന്നുണ്ട്. അങ്ങനെ മോള് അടുത്ത് ചെന്നിട്ട് അച്ചച്ച എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് രാഘവൻ നായർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. അങ്ങനെ കുഞ്ഞ് പെട്ടെന്ന് പിടിക്കുന്ന സമയത്ത് ഈ 2 ആൾക്കാരും കൂടെ പുറകെ വരികയാണ്. അതേസമയം ശ്യാമയാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയുന്നു, കുഞ്ഞിനെ കാണാനില്ല, ശാലിനിനെ അമ്മേനെ എല്ലാവരും വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പപ്പിമോളെ തപ്പി ഇറങ്ങുകയാണ്. പക്ഷേ ലാസ്റ്റ് വിഷ്ണു ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് രാത്രിയിൽ ശാലിനിയുടെ അടുത്ത് ഒന്ന് പോകുന്ന സമയത്താണ് ഇവർ 2 പേരെയും കാണുന്നത്. അപ്പം വിഷ്ണുവിന് മനസ്സിലാവുന്നു, ഇവരെന്താ അപകടത്തിൽ പെട്ടിരിക്കുന്ന 2 പേരെ ആൾക്കാർ വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ബഹളങ്ങളാവുന്നു. അങ്ങനെ കുഞ്ഞിനെ രാഘവൻ നായരെ രക്ഷിക്കുകയാണ്. എന്നിട്ട് അതേസമയം ശാലിനിയാണെങ്കിൽ ഈ 2 ഗുണ്ടകളെ തമ്മിൽ 2 പേരെ നല്ലോണം ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പോക്സോ കേസിൽ അകത്താക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.